Next to discuss the securities issues in e-commerce. Securities issues in payment system പറഞ്ഞിരുന്നു രണ്ടിന്റെയും ഏകദേശം സെയിം തന്നെയാണ് ഇത് നിങ്ങൾക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റി എഴുതാം securities issues mainly in e-commerce is a phishing. First one is a phishing. Phishing means you have already knowledge. Several e-commerce shops have received a report from their customers receiving message or email hackers masquerading to be the legitimate store. അതായത് നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഹാക്കേഴ്സ് സെൻഡ് ചെയ്യുക അതായത് മെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ എന്ത് ചെയ്യും ജെനുവിൻ നമ്മുടെ ഷോപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീന്റെ നെയിം വെച്ചിട്ട് അവർ ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ സച്ച് fraudsters present the fake copies of your website page or another reputed website to trick the users into believing them. അവരെ കുറിച്ച് ബിലീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതായത് നമ്മളെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമിന്റെ പേര് വെച്ചിട്ട് നമ്മുടെ വെബ് പേജ് ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും നമ്മുടെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും മെയിൽ ചെയ്യും അങ്ങനെ ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. Then financial fraud എന്ന് പറഞ്ഞാൽ besides stealing bank card and account details ബാങ്ക് കാർഡും സ്റ്റീൽ ചെയ്യുന്നത് എടുത്തു അപ്പുറമായിട്ട് ചില ഫിനാൻഷ്യൽ ഫ്രോഡുകളും കൂടി ഉണ്ട്. സൈബർ ക്രൈം ഹാവ് ഗോട്ട് റിയലി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാറുണ്ട്. എവർ സിൻസ് ദി ഫസ്റ്റ് ഓൺലൈൻ ബിസിനസ് entered into the world, millions now target app of the website. ഇത് പോണക്ക് ഇപ്പം ഫിനാൻഷ്യൽ ഫ്രോഡുകളൊക്കെ കുറേ നടക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് വില്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ ബിസിനസ് വേൾഡിലുള്ള ഈ ഒരു ഓർഗനൈസേഷൻ്റെ എന്ന് പറയാം. അപ്പോൾ there are two common fraud that are used to target the e-commerce industry. ക്രെഡിറ്റ് കാർഡ് ഫ്രോഡും ഫേക്ക് റിട്ടേൺസുമാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡുകൾ നമുക്കറിയാമല്ലേ നമ്മുടെ കാർഡിൻ്റെ പാസ്വേഡുകളും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും ഇൻഫർമേഷൻസും അതുപോലെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും നമ്മുടെ പാസ്വേഡും ഒക്കെ ഹാക്ക് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഫ്രോഡുകളാണ് ഫിനാൻഷ്യൽ ഫ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിംഗ്, ഫിനാൻഷ്യൽ. Then third one, spamമും ഫിഷിങ്ങും ഏകദേശം going in same hand ആണ്. Online spammers often send huge amount of letters trying to get personal information. അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ലെറ്റേഴ്സ് അയക്കണം. ആ ഒരു സംഭവമാണ് സ്പാം. നമുക്കറിയാം ചില സമയത്ത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കിട്ടാൻ തരത്തിലുള്ള പല SMS-കളും നമുക്ക് വരാറുണ്ട് അല്ലേ. നിങ്ങൾക്കിപ്പം ലോട്ടറി അടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ലോൺ കിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാറുണ്ട്. അതാണ് സ്പാം എന്ന് പറയുന്നത്. വാട്ട് ആർ മോർ ദി comment sections on your blog page and contact forms are also open invitations for hackers. On your blog page contact forms are also open invitation for hackers-ന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഓപ്പൺ പേജുകളൊക്കെ സെൻഡ് ചെയ്യപ്പെടും. അതാണ് ചെയ്യുന്നത് സ്പാം എന്ന് പറയുന്നത്. ഇനി ബോട്ട്സ് ആർ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് തന്നെയാണ് പ്രോഗ്രാംഡ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് തന്നെ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ തന്നെയാണ്. വെബ് ക്രോളേഴ്സ് ആർ പ്രോബബ്ലി ദി മോസ്റ്റ് known type of bots are those are defined websites ranking by systematically browsing all the existing pages on the internet. അതായത് നമ്മുടെ ഇന്റർനെറ്റിലൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും നമ്മളെ ഹാക്ക് ചെയ്യുക നമ്മളെ തെറ്റായ ഇൻഫർമേഷൻസ് ഒക്കെ തരുന്ന ഒരു സംവിധാനമാണ് ഒരു സോഫ്റ്റ്വെയർ ആണ് ബോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫൈൻഡ് വെബ്സൈറ്റിന് റാങ്കിങ് ബൈ സിസ്റ്റമാറ്റിക്കലി ബ്രൗസിങ് ഓൾ എക്സിസ്റ്റിംഗ് പേജസ് അല്ലെ. ബോട്ട്സ് ടൈപ്പ് എന്ന് പറയുന്നത് ദോസ് ആർ ഡിഫൈൻഡ് വെബ്സൈറ്റുകൾ റാങ്ക് ചെയ്യുക അല്ലെ. നമ്മൾ വളരെ ഒരു ഫേക്കായ ഒരു ഇൻഫർമേഷനിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്ന ബോട്ട്സ് കൂടെ ഓൾസോ. ദെൻ നെക്സ്റ്റ് വൺ bots. Brute force attack. The brute force attack is one of the most common password hacking techniques ആണ്. പാസ്വേഡ് ഹാക്ക് ചെയ്യുന്ന one of the most important ഒരു techniques ആണ് brute force attack എന്ന് പറയുന്നത്. This approach
presuppose that the hackers try to use as many character combination as possible in order to figure out the correct password. അതായത് പാസ്വേഡ് ഹാക്ക് ചെയ്യുന്ന ക്രാക്കിംഗ് ഒരു ടെക്നിക്സ് ആണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാക്കേഴ്സ് എന്താ ചെയ്യുന്നത്, നമ്മൾ പല ലെറ്റേഴ്സിൻ്റെയും കോമ്പിനേഷൻ ഇങ്ങനെ അടിച്ചു നോക്കും ഏതാണ് ഈ പാസ്വേഡ് എന്നറിയാം. അങ്ങനെ നമ്മൾ പാസ്വേഡ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. Trojan horse malware, a program usually downloaded by the customer as a legitimate software is called a Trojan horse. Trojan horse to this category belong programs that can gather data about credit or debit card, transfer this information to hackers. Trojan horse എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻഫർമേഷനും ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും ഡെബിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഹാക്കേഴ്സിന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. ക്രാഷ് യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റംസിനെയാണ് മാൽവെയർ ആണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ആണ് ചെയ്യുന്നത്. ട്രോജൻ ഹോഴ്സ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ മാൻ ഇൻ ദി മിഡിൽ ആണ്. അതായത് സൈബർ ക്രിമിനൽ മേ ഇൻവോൾവ്സ് ഓൺ ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്റ്റോർ കൺസൾട്ടൻറ്റും ആൻഡ് കസ്റ്റമറും സ്റ്റോർ കൺസൾട്ടൻറ്റും ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നു. ഇഫ് ദി ക്ലയൻറ്റ് ഈസ് കണക്റ്റഡ് ടു എ വൈഫൈ ഓർ നെറ്റ്വർക്കുമായിട്ട് എന്ത് ചെയ്യും, ക്ലയൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് അതിന് എന്ത് ചെയ്യാം, അതിന് അവർ ഹാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മാൻ ഇൻ ദി മിഡിൽ എന്ന് പറയുന്നത്. അതായത് ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ടുപേരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഹാക്കിംഗ് നടത്തുകയാണ്. അതാണ് മാൻ ഇൻ ദി മിഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി ഇഷ്യൂസ്, സെക്യൂരിറ്റീസ് ഇഷ്യൂസ് ഇൻ ദി ഇ-കൊമേഴ്സിലെ സെക്യൂരിറ്റീസ് ഇഷ്യൂസ്. നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ സെക്യൂരിറ്റീസ് ഇൻ ദി ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഇത് ആഡ് ചെയ്യാം, അത് ഇതിലും കൂടെ ഇൻവോൾവ്ഡ് ആക്കി അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, topic on biometrics. What is a biometrics? Biometrics is a measurement and statistical analysis of people unique physical and behavioral characteristics. Behavioral characteristics അല്ലെങ്കിൽ ഫിസിക്കൽ യുണീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ബയോമെട്രിക്സ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ടെക്നോളജി ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ, ആക്സസ് കൺട്രോൾ ഫോർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽ ഹു ആർ അണ്ടർ സർവൈലൻസ്. നമുക്ക് ഐഡന്റിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി തന്നെയാണ് ബയോമെട്രിക്സ്. ദി ബേസിക് പ്രിമൈസ് ഓഫ് ബയോമെട്രിക് ഓതറൈസേഷൻ ഇസ് ദാറ്റ് എവറി പേഴ്സൺ ക്യാൻ ബി accurately identify intrinsic physical or behavior traits. അതായത് നമ്മുടെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഫിസിക്കൽ ആയിട്ടും ബിഹേവിയറൽ ആയിട്ടും യുണീക്ക് അയാളുടേത് മാത്രമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പേഴ്സണെയും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതാണ് ബയോമെട്രിക്സിന്റെ ഒരു ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. Components of a basic biometrics നമുക്കറിയാവുന്നതാണ്. റീഡർ ഓർ സ്കാനർ ഡിവൈസ് ഉണ്ടായിരിക്കും ടു റെക്കോർഡ് ദി ബയോമെട്രിക് ഫാക്ട് ബീങ്. നമുക്കറിയാം നമ്മൾ ആധാർ കാർഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻഡിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെക്കാറുണ്ട് അല്ലേ, ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. സോ ദെൻ എന്ത് ചെയ്യും, നമ്മൾ ആ സ്കാനറിൽ വെച്ചിട്ട് അതെടുക്കും. ദെൻ ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുക സ്കാനറെ ബയോമെട്രിക്സ് ഇൻറ്റു സ്റ്റാൻഡർഡൈസ്ഡ് ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് ആൻഡ് ടു കമ്പയർ വിത്ത് മാച്ച് പോയിന്റ് ഓഫ് ദി ഒബ്സർവ് വിത്ത് ദി സ്റ്റോർഡ് ഡേറ്റ. നമ്മുടെ ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ദി ഡേറ്റാബേസ് ടു ബി സെക്യൂർലി സ്റ്റോർ ഓൺ ബയോമെട്രിക് ഡേറ്റ ഫോർ കമ്പാരിസൺ. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമ്മളിത് ഈ ഫിംഗർ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് രണ്ടുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മൾ നോർമലി ഇപ്പോഴൊക്കെ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ് അല്ലേ ബയോമെട്രിക്സ്. ഓക്കെ, then advantage and disadvantage. What are the advantages of a biometrics? Hard to fake, steal unique password. Unlike password, it is a കുറച്ചുകൂടെ ആ പാസ്വേഡിനെ പോണക്കല്ല, കുറച്ചുകൂടെ ഹാർഡാണ് ഫേക്ക് ചെയ്യാനും സ്റ്റീൽ ചെയ്യാനും. അതായത് പാസ്വേഡ് നമുക്ക് സ്റ്റീൽ ചെയ്യുന്ന പോലെ അത്ര സിമ്പിൾ അല്ല നമ്മുടെ ബയോമെട്രിക്സിൻ്റെ അകത്ത് ചെയ്യുക എന്നുള്ളത്. ഹാർഡ് ടു ഫേക്ക് ആണ്. ഫേക്ക് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ്, വളരെ ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ ഈസിയാണ്.
പ്രത്യേകിച്ച് അവിടെ ഒരു നമ്മൾ സ്റ്റോർ ചെയ്ത ഡേറ്റ ആയിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. ജനറലി ദി സെയിം ഓവർ ദി കോഴ്സ് ഓഫ് യൂസേഴ്സ് ലൈഫ്. വളരെ ജനറലി ആയിട്ട് നമ്മൾ സെയിം ഓവർ ദി കോഴ്സ് ഓഫ് യൂസേഴ്സ് ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നോൺ ട്രാൻസ്ഫറബിൾ ആണ്, ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല നമുക്കത് നിന്ന് മറ്റൊന്നിലോട്ട്. എഫിഷ്യൻറ്റ് ബിക്കോസ് ടെംപ്ലേറ്റ് ടേക്ക് ലെസ് സ്റ്റോറേജ്, കുറച്ച് സ്ഥലം മതി നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാം. നമുക്കറിയാം നമ്മൾ റേഷൻ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ കൈ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബയോമെട്രിക്സ് വർക്ക് ചെയ്യും, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പ്രോസസ്സിങ് നടക്കാം. സോ ഇറ്റ് ഈസ് എ കൺവീനിയൻ്റ് ആണ്, ഈസിയാണ് ഉപയോഗിക്കാൻ. Next one, two authentication method are used. രണ്ട് authentication method ആണ് നമ്മൾ ബയോമെട്രിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഒന്ന് വേരിഫിക്കേഷനും ഒന്ന് ഐഡന്റിഫിക്കേഷനും ആണ്. ഒന്ന് വേരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. മെഷേർഡ് പാരാമീറ്റേഴ്സ് ആർ കമ്പയർഡ് വിത്ത് വൺ റെക്കോർഡ് സജസ്റ്റഡ് ബൈ സം എക്സ്റ്റേണൽ ഐഡന്റിഫൈ. അതായത് നമ്മൾ യൂസർ നെയിമോ പാസ്വേഡോ അല്ല സോർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഐഡി ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ഫ്രം ദി രജിസ്റ്റേർഡ് യൂസേഴ്സ് ഡാറ്റാബേസ് അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട്. Then identification. Parameters are compared with the all recorded from database of register, not from the selected basis of the identity. ചില സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വെരിഫൈ ചെയ്യുകയാണ്. ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ബയോമെട്രിക്സിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ രണ്ടിടത്തും എന്തായിരുന്നു, മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള പാരാമീറ്റേഴ്സിനെ കമ്പയർ ചെയ്ത്, മെഷർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബയോമെട്രിക്സ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വാട്ട് ആർ ദി ഡിഫറെന്റ് of biometrics ഒക്കെ ഫേസ് റെക്കഗ്നിഷൻ, നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടൈപ്പ് യൂസ് 680 ഫേഷ്യൽ നോഡൽ പോയിന്റ് ടു കമ്പയർ. നമ്മുടെ ഫേഷ്യലിൻ്റെ ഒരു എടുക്കുന്നു, ഫീച്ചർ എടുക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, അത് ബയോമെട്രിക് നമ്മൾ മൊബൈലിലൊക്കെ ഉപയോഗിക്കാറില്ലേ, അത് തന്നെയാണ് ഫേസ് റെക്കഗ്നിഷൻ. ജസ്റ്റ് ആൻഡ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ദി വേരിയബിൾ ലൈക്ക് വിഡ്ത്ത്, ലെങ്ത്, നോസ്, ഐ, ഇങ്ങനെയുള്ള പലതും ആയിരിക്കും വെച്ചിട്ടായിരിക്കും നമ്മൾ കമ്പയർ. ചീക്ക് ബോൺ ഷേപ്സ് ആൻഡ് മോർ. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ സെൻസിറ്റിവിറ്റി വിത്ത് ബയോമെട്രിക് ടെക്നിക്സ് ലൈക്ക് facial recognition technology in laptop, smartphone, home, alarm systems, etc. അവിടെയൊക്കെ നമ്മൾ എന്താണ്, ഫേസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഫേസ് റെക്കഗ്നിഷൻ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്താണ് നമ്മൾ fingerprint. Here fingerprint ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. This branch of technology called fingerprint recognition capture image of നമ്മുടെ അവിടെ ഫിംഗറിന്റെ ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. then we are storing in the information database and then record it is a designated features like parameter holes, arms, edge, outline, lobes അല്ലെ, നമ്മുടെ കയ്യിലുള്ള വരകൾ, എഡ്ജ്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. Fingerprints can extremely reliable and stable ആയിട്ടുള്ളതാണ്. Several type of biometrics are used for security in electronic door lock, building, marketing attendance, movement of factory floor, bank, ATM അല്ലെ, നമുക്ക് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പഞ്ചിങ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്, ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് അല്ലെ. അതൊക്കെ എന്താണ്, ആക്ച്വലി ബയോമെട്രിക്സ് തന്നെയാണ് ഫിംഗർ പ്രിന്റ്. Third one എന്ന് പറയുന്നത് ഇറിക്സ് റെക്കഗ്നീഷൻ. ഇറിക്സ് മീൻസ് ഐ റെക്കഗ്നീഷൻ ആണ്. ഐ ടൈപ്സ് ഓഫ് ബയോമെട്രിക്സ് ആണ്. ക്യാപ്ചർ ഡേറ്റാസ് ടു മാച്ച് ഐഡന്റിഫൈ ദർ ഇറിക്സ് പാറ്റേൺ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺസ് ടു അനദർ. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റിംഗ് സം കളർ ലൈക്ക് green, brown, blue with individual pattern that difficult to replace in iris sensor. This is excellent reliability for high security uses. ഇത് കുറച്ച് ഡിഫിക്കൾട്ട് ആണ്, ബട്ട് ഇറ്റ് ഈസ് എ എക്സലന്റ്, വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇറിക്സ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വേണം. ദെൻ സിഗ്നേച്ചർ അല്ലെ, നമുക്കറിയാം ബയോമെട്രിക് സിഗ്നേച്ചർ. ഹിയർ വി ആർ ക്യാപ്ചറിങ് ദി വിഷ്വൽ ഇമേജ് ഓഫ് ദി സിഗ്നേച്ചർ. ഇവിടെ നമ്മൾ വിഷ്വൽ ഇമേജ് ഓഫ് ദി സിഗ്നേച്ചർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ദെൻ സ്റ്റോർഡ് സിഗ്നേച്ചർ ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് ബയോമെട്രിക് പാരാമീറ്റേഴ്സ് ലൈക്ക് സ്പീഡ്, ഓർഡർ, ദി പ്രഷർ അപ്ലൈഡ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിഗ്നേച്ചർ റെക്കഗ്നീഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. എത്ര സ്പീഡിലാണ്, അതുപോലെ സ്റ്റോർ ഓർഡർ എങ്ങനെയാണ്, അതുപോലെ പ്രഷർ അപ്ലൈഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സിഗ്നേച്ചർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, image DNA matching has been introduced in involved a few decades before only. In this biometric method, some part of the individual's body like salvia, nail, hair, blood is picked by forensic flock and then taken through all forensic lab for various investigations and medical purposes. DNA contain information about race,
paternity, medical conditions for specific disease. അല്ലെ നമ്മൾ specific ഡിസീസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് DNA മാച്ചിങ്. അല്ലെ നമ്മൾ DNA മാച്ച് ചെയ്യുന്നു, then ഐഡന്റിഫൈ ചെയ്യുന്നു. അല്ലെ നമ്മൾ പല കേസുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് DNA എന്ന് പറയുന്നത്. Then ear authentication. നമുക്ക് ഐ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇയറും ഫേസും ഒക്കെ പോലെ ഇയറും ഉപയോഗിക്കുക. ഷേപ്പ് ഓഫ് ദി എക്സ്റ്റേണൽ ഇയർ ഈസ് കൺസിഡേർഡ് psychologically biometric character ആയിട്ട് നമ്മൾ കണ്ടത്. ഇയർ authenticity use sound wave to determine the way of the ear canal and of an individual. ഇവിടെ നമ്മൾ സൗണ്ട് വേവ് എങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഇയറിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ അകത്തെ ക്യാനൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് ഷേപ്പ് ഓഫ് ദി ഹ്യൂമൻ ഇയർ ഈസ് എ ക്യാനൽ ഈസ് കൺസിഡേർഡ് യുണീക്ക് ലൈക്ക് ഫിംഗർ പ്രിന്റ് ഓർ എ ഇറിക്സ് പാറ്റേൺ. ഇറിക്സ് പാറ്റേൺ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഇയറിന്റെ ഷേപ്പ്, ദാറ്റ് മീൻസ് ക്യാനൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇപ്പോൾ അടുത്തതാണ് നമ്മുടെ കീ സ്ട്രോക്ക് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജനറൽ സിമിലർ ടു ദാറ്റ് ഡിസ്ക്രൈബ്ഡ് എബോവ് ഡിസ്ക്രൈബ്ഡ് മീൻസ് സിഗ്നേച്ചറിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് സിഗ്നേച്ചർ ബയോമെട്രിക്സിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് സിഗ്നേച്ചറിന് പകരമായിട്ട് നമ്മൾ സർട്ടൺ കോഡ് വേർഡുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് കോഡ് വേർഡോ പാസ്വേഡോ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അത് പിന്നീട് ആ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ കോഡ് വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യിക്കാം. ദി ഡൈനാമിക്സ് ഓഫ് ദി കോഡ് വേർഡ് ഈസ് സെറ്റ് ഇൻ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക് conduct the evaluation of a identification നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ തമ്പ് പ്രിന്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, നമ്മൾ ഏതെങ്കിലും കോഡ് വേർഡോ പാസ്വേഡോ ആയിരിക്കും സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ദീസ് ആർ ദി ടൈപ്സ് ഓഫ് ബയോമെട്രിക്സ്.